മച്ചാന്മാരെ, ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണം. ഈ വീട് വയ്ക്കാൻ പോകുന്ന ക്ലയൻറ്റും അതേപോലെ വർക്ക് എടുത്ത് ചെയ്യുന്ന കോൺട്രാക്റ്റും നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ലേബറും ഇവർക്കും കൂടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് മാക്സിമം ഒന്ന് മുഴുവനോടെ കാണണം. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഇഷ്ടിക കെട്ടുന്നതെന്ന് പറയണത് ചുമരിൽ 9 ഇഞ്ച് ഇഷ്ടിക കെട്ടുന്നത് ഒരു ആണിക്കല്ലും പിന്നെ ഒരു നെട്ടായം ഒരു ആണി, അങ്ങനെയാണ് സാധാരണ നമ്മൾ കെട്ടുന്നത്. അതായത് ഒരു ആണിക്ക് നീളത്തിനൊരു കല്ലിടും, പിന്നെ 2 കല്ല് ഓതിപ്പോൾ അപ്പുറം ഇപ്പുറം ഓരോ കല്ല് വീതം വയ്ക്കും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. ഇതുപോലെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ ഇതിനകത്ത് ചാന്ത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആണിക്ക് നേരെ കാണുന്ന ഈ 2 കല്ലിൽ മാത്രമേ നമ്മൾ യശ ഇറക്കത്തുള്ളൂ, ചാന്ത് സിമൻ്റ് ഇറക്കുള്ളൂ. ഈ 2 കല്ലിൻ്റെ നടുക്കൊരു ഹോളുണ്ട്. അതിൽ പൊതുവെ ആരും ചാന്ത് ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കോൺട്രാക്റ്റ് പറയില്ല ഇതിൻ്റെ ഇടയിൽ ചാന്ത് ഇറക്കരുത് എന്ന്. പണിക്കാരെടുത്ത് കോൺട്രാക്റ്റ് ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളെ വിശ്വസിച്ചാണ് നമുക്ക് ക്ലയൻറ്റ് ഒരു വർക്ക് തരുന്നത്. അപ്പോൾ അവരും ഇത് ശ്രദ്ധിക്കില്ല. കാരണം മേശരിമാർ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചാന്ത് ഇറക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഒരിക്കലും അവരിത് ശ്രദ്ധിക്കില്ല. കോൺട്രാക്റ്റും ശ്രദ്ധിക്കില്ല. കാരണം കോൺട്രാക്റ്റ് വർക്ക് എടുത്തിട്ട് അവർ പറയും, മേശരിമാരോടൊക്കെ പറയും അത് കെട്ടാൻ പറയും, അവർ കെട്ടും. പക്ഷേ കോൺട്രാക്റ്റിനും ശ്രദ്ധിക്കാറില്ല ഇതിൻ്റെ നടുക്ക് ചാന്ത് ഇറക്കുന്നുണ്ടോ ഇല്ലയെന്ന്. നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡും ചാന്ത്, ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ചാന്ത് നല്ല രീതിയിൽ കുത്തി തന്നെ ഇറക്കണം. കാരണം ഈ 2 സൈഡിൽ ചാന്ത് ഇറക്കിയിട്ട് ഈ നടുക്കുള്ളത് ആർക്കുള്ളതാ? ഇപ്പോൾ അതിനകത്ത് ചാന്ത് ഇറക്കിയില്ല എന്ന് കരുതി ആ കല്ല് ഇറങ്ങി ഓടിപ്പോകുന്നുമില്ല. കല്ല് അവിടെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മുടെ കെട്ടിന് ഒരു ബലവും കാണില്ല. ഈ കാണുന്ന ആണിക്കല്ല്, ആ ആണിക്കല്ലിൻ്റെ സൈഡിലെ ചാന്ത് ആ ഒരു പിടുത്തത്തിൽ മാത്രമേ ഇരിക്കും. നടുക്കത്തെ ആൾക്കാർ പറയും നടുക്കത്തെ ഇറക്കിയില്ലെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഒരിക്കലും അല്ല. പക്ഷെ നടുക്ക് ചാന്ത് ഇറക്കണം. കാരണം ഈ ഇലക്ട്രിക് വർക്ക് നടക്കുമ്പോൾ ഇവർ പൈപ്പ് വയ്ക്കാൻ വേണ്ടി ഹോളടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പൈപ്പ് അടിക്കാൻ വേണ്ടി ഹോളടിക്കുമ്പോൾ ഈ ആണിക്കല്ല് അടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള നെട്ടായ കല്ല് അടിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. അതായത് ഒരുമാതിരി പൊള്ള പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരരുത്. കാരണം അങ്ങനെ പൊള്ള പോലെ ഇരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറ സൈഡിൽ ചെറിയ ക്രാക്ക് വീഴും. ഞങ്ങൾ ഒരുപാട് സൈറ്റിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് സൈറ്റിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ഇനിയെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. കാരണം ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്റ്റുമാർ പ്രത്യേകം അവിടെ ജോലിക്കാരുടെ അടുത്ത് പറയണം, സിമൻ്റ് ഇറക്കുമ്പോൾ നടുക്കും കൂടി ഇറക്കണമെന്ന്. കാരണം നടുക്ക് ചില കല്ലിന് സൈസ് വ്യത്യാസം വരുമ്പോൾ ഈ 2 കല്ലിൻ്റെ നടുക്ക് ഗ്യാപ്പ് വലുതായിരിക്കും. അതിനകത്ത് ജസ്റ്റ് ചാന്തിട്ടിട്ട് കറണ്ടിട്ട് ഇങ്ങനെ ഒരു തേപ്പ് തേക്കുമ്പം ആ ഹോള് ആൾക്കാർ കാണുമ്പോൾ ഹോൾ അടങ്ങിയിരിക്കും. പക്ഷേ അതിനകത്ത് മുഴുവനും പൊള്ളയാണ്. ഇതിൻ്റെ മേളിൽ അടുത്ത വരി ചുടുകല്ല് വയ്ക്കുമ്പോൾ നമ്മൾ ചാന്തിട്ട് മൊത്തം മൂടും. പക്ഷേ അതിൻ്റെ അടിയിലോട്ട് ഒരിക്കലും ചാന്ത് ഇറങ്ങില്ല. ഇതുപോലെ നല്ല രീതിയിൽ കുത്തി ഫില്ല് ചെയ്യണം. കാരണം നമ്മൾ സാധാ ചാന്തിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ശകലം സമയം കൂടി എടുക്കുന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് ഒരിക്കലും കോൺട്രാക്റ്റിന് ഒരു നഷ്ടം വരില്ല. കാരണം എൻ്റെ അറിവിൽ ഒരു കോൺട്രാക്ടർമാരും ജോലിക്കാരുടെ അടുത്ത് പറയില്ല നടുക്ക് ചാന്ത് ഇറക്കരുത്. എല്ലാ കോൺട്രാക്ടർമാരും പറയുന്നത് നടുക്ക് ചാന്ത് ഇറക്കാൻ വേണ്ടിയാണ്. വർക്ക് ചെയ്യുന്ന മേശരിമാരും മനഃപൂർവ്വം ഇതിൻ്റെ ഇടയിൽ ഇറക്കാത്തതല്ല. അവർ സ്പീഡിന് വർക്ക് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇറക്കാൻ നിൽക്കില്ല. അതിന് മെനക്കെടാൻ വേണ്ടി നിൽക്കില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം പറയുന്നത്. കാരണം നമ്മളെ വിശ്വസിച്ച് ക്ലയൻറ്റ് നമുക്കൊരു വർക്ക് തരുമ്പോൾ അവർക്കറിയില്ല, നമ്മൾ കെട്ടി പൂശി ഇട്ട് പോകുമ്പോഴും അവർക്കറിയാൻ പറ്റില്ല. നമുക്ക് അതിലൊരു ലാഭവും ഇല്ല. ഇത് ഇറക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലാഭവും ഇല്ല. ഒരു 5-10 മിനിറ്റ് നമുക്കിത്തിരി സമയമെടുക്കും. ഇപ്പോൾ ഒരു ചുവര് 25 വരി പൊക്കമുണ്ട്. അപ്പം 2-10 ഹൈറ്റിന് കെട്ടിപ്പൊക്കാൻ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ, മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടമാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് തരുന്ന ക്ലയൻറ്റിന് അവർക്കൊരു വിശ്വാസം വേണം. നമുക്ക് വർക്ക് തരുമ്പോൾ അവർ നല്ല നീറ്റായിട്ട് എല്ലാം മുഖ്യ ക്ലയൻറ്റുകളും വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കില്ല, അങ്ങോട്ട് വരില്ല, കെട്ടുന്നത് എങ്ങനെയാണ് എന്നും നോക്കില്ല. കാരണം അവർക്ക് അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ കോൺട്രാക്റ്റിന് വർക്ക് കൊടുക്കുന്നത്.
അപ്പോൾ ആ ഒരു വിശ്വാസം എന്നും നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ ഇഷ്ടിക വെച്ച് ഇങ്ങനെ കെട്ടുമ്പോൾ ഈ നടുക്ക് കാണുന്ന ഹോള് നല്ല രീതിയിൽ സിമൻറ്റ് ഇറക്കി തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് ഒരുപാട് ഉപയോഗമുണ്ട്. ഈ മീറ്റർ ബോർഡൊക്കെ വെക്കാൻ നേരത്തെ അടിച്ച് പൊട്ടിക്കുമ്പോഴൊന്നും അതിന് പൊള്ള ആ ഒരു ഇത് കാണില്ല. ഇത് അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര സൗണ്ടായിരിക്കും. പിന്നെ ചെവറിന് ഒരു ബലവും കാണില്ല. ജസ്റ്റ് ഇപ്പം നമ്മൾ ചാന്തിടാതെ കല്ല് വാരി അടുക്കിയിട്ട് മേളിൽ കോൺക്രീറ്റ് ചെയ്താലും വീട് നിൽക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അതിൻ്റെ ഭവിഷ്യത്വം അറിയുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ ചാന്തിറക്കി വർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.